കണ്ടതുപോലെ ആരോപണ പ്രത്യാരോപണങ്ങളിൽ കലുഷിതമാണ് കോഴിക്കോട് തിരുവമ്പാടിയിലെ KSEB കറണ്ട് കട്ട് വിവാദം. ഓഫീസിലെത്തി പ്രതിഷേധം അറിയിച്ചതിനാണ് ബോർഡിന്റെ പ്രതികാരമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മൽ പറയുന്നു. എന്നാൽ അജ്മലിന്റെ കുടുംബത്തിലാകെ 11 കണക്ഷൻ ഉണ്ടെന്നും അതിൽ 10ഉം വാണിജ്യ ആവശ്യത്തിനുള്ളതാണെന്നും KSEB. ബിൽ തുക കൃത്യസമയത്ത് അടയ്ക്കാത്തത് പതിവെന്നും നടപടികൾക്ക് ചെല്ലുന്ന ജീവനക്കാരോട് വളരെ അപമര്യാദയായി പെരുമാറുന്നത് തുടർക്കഥയാണെന്നും പറയുന്നു. ഇത് പറയുന്നത് മറ്റാരുമല്ല, KSEB ചെയർമാൻ തന്നെയാണ് പറയുന്നത്. മകൻ തെറ്റ് ചെയ്താൽ കുടുംബക്കാരോട് പ്രതികാരം ചെയ്യുന്നത് എന്തിനെന്നാണ് പ്രതിഷേധമുയർത്തുന്നവരോട് കുടുംബത്തിൻ്റെ ചോദ്യം. KSEB നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. KSEB ചെയർമാന്റെ നടപടിയെ പിന്തുണച്ച മന്ത്രിക്കും കടുത്ത വിമർശനം. വൈദ്യുതി ബിൽ അടക്കാത്തതിനാൽ KSEB ഉദ്യോഗസ്ഥർ കണക്ഷൻ വിച്ഛേദത്തിന് പിന്നാലെയാണ് സംഭവങ്ങൾക്ക് തുടക്കമാകുന്നത്. തിരുവമ്പാടി KSEB ഓഫീസിലെ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും കമ്പ്യൂട്ടർ ഉൾപ്പെടെ തകർക്കുകയും ചെയ്ത കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മലിന്റെ പിതാവ് റസാഖിന്റെ പേരുള്ള കണക്ഷനാണ് KSEB വിച്ഛേദിച്ചത്. KSEBയുടേത് പ്രതികാര നടപടിയാണെന്നും നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണെന്നും വിമർശനമുയർന്നു. ഇന്നലെ രാത്രി അജ്മലിന്റെ മാതാപിതാക്കൾ KSEB ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഇതിനിടെ റസാഖ് കുഴഞ്ഞു വീണു. മകൻ ആരെയും ആക്രമിച്ചിട്ടില്ലെന്നും കണക്ഷൻ പുനഃസ്ഥാപിക്കും വരെ പ്രതിഷേധം തുടരുമെന്നും മാതാവ് മറിയം 24-നോട്. പിന്നെ അക്രമം വീട്ടിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയും അങ്ങനെ ഉണ്ടാവില്ല. ഈ കണക്ഷൻ ഒഴിവാക്കാൻ വന്നിട്ടും റീഡിങ്ങിന് വന്നിട്ടൊന്നും നമ്മളവരെ ആക്രമിച്ചിട്ടില്ല ഇതുവരെ. അത് അവര് പറയുന്ന കള്ളത്തരാണ്. അതിനിടെ KSEBയെ പിന്താങ്ങി മന്ത്രി K കൃഷ്ണൻകുട്ടി രംഗത്തെത്തി. ജീവനക്കാർക്ക് ഭീഷണിയിലെന്ന് ഉറപ്പ് ലഭിച്ചാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. KSEB അവർ ജീവൻ പണയം വെച്ചിട്ട് പോകുമോ? അല്ല, ജീവനക്കാർക്ക് അവർക്കൊരു സംരക്ഷണം കൊണ്ട് അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ നാളെ പോയാൽ ഞങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ ആര് ഉത്തരവാദിത്വം പറയും? വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ നിർദ്ദേശം നൽകിയ KSEB ചെയർമാൻ ബിജു പ്രഭാകരനും ചെയർമാനെ പിന്തുണച്ച മന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. സംഭവം ദൗർഭാഗ്യകരമെന്നായിരുന്നു വനമന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്നത് പറഞ്ഞു കേട്ടതുപോലെയാണെങ്കിൽ ദൗർഭാഗ്യകരമാണ്. എന്തായാലും വൈദ്യുതി വകുപ്പ് മന്ത്രി അതിന് അനുയോജ്യനായ, അർഹമായ, പരിണതപ്രജ്ഞനായ, കാര്യങ്ങൾ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള മന്ത്രിയാണ് അദ്ദേഹം. ആ കാര്യം പൊതുസമൂഹത്തിന്റെ താല്പര്യം കൂടി പരിഗണിച്ച് എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ദിശാൽ പറഞ്ഞു. ജുഡീഷ്യറിയുടെ മുമ്പിൽ നിൽക്കുന്ന കേസാണ്. ഇവരെ മക്കൾ രണ്ടുപേരും ജയിലിലാണുള്ളത്. അവർ ചെയ്തത് തെറ്റാണെങ്കിൽ ജുഡീഷ്യറി എന്താണോ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാനും, അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ കളിച്ചവരെ തിരിച്ച് ശിക്ഷിക്കാനും ഉള്ള നിയമം ഇവിടെയുണ്ട്. ആ നിയമം ചെയ്യില്ല എന്ന് അഡ്വാൻസ് ആയിട്ട് അങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റും. വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. നിത്യരോഗിയായ റസാഖിന്റെ പേരിലുള്ള കണക്ഷൻ വിച്ഛേദിച്ചത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് കാണിച്ച് നാട്ടുകാരനായ സെയ്ദലവി മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ടുമുണ്ട്. യൂത്ത് കോൺഗ്രസ് KSEB ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞതോടെ സംഘർഷമുണ്ടായി. പിന്നീട് നേതാക്കൾ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. പോലീസ് സുരക്ഷയിൽ താമരശ്ശേരി തഹസിൽദാറും KSEB ഉദ്യോഗസ്ഥരും റസാഖിന്റെ വീട്ടിലെത്തി അനുനയ ചർച്ച തുടരുകയാണ്. എന്നാൽ സത്യവാങ്മൂലത്തിൽ ഒപ്പിടാനാകില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് അജ്മലിന്റെ കുടുംബം. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. അബൂബക്കർ സിദ്ദീഖ് ഒരു യൂട്യൂബ് സന്ദേശം അയക്കുന്നു. ഇപ്പോൾ പൊതുജനം കഴുതയാണ് സാർ എന്നാണ് പറയുന്നത്. അത് കഴുതയല്ല എന്ന് അധികാരികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ 1 മണിക്കൂർ ദൈർഘ്യത്തിൽ ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. അബൂബക്കർ സിദ്ദീഖ് പറയുന്നതിൻ്റെ രോഷം എനിക്ക്